എല്ലാവർക്കും മിസ്റ്റർ ജി ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് പനിയൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, കൂടുതൽ പേരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളും അതൊന്ന് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അഹൂജല്ല യൂണിസോൺ UPA 1200 എന്ന് പറയുന്ന ആംപ്ലിഫയറിന്. അപ്പോൾ അതിൽ നമുക്ക് കാസറ്റ് മെക്കാനിസമാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ക്യാബിനിൽ ഹോളൊക്കെ ഇട്ട് അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് USB പ്ലെയർ അടിയാൻ അവന് താല്പര്യമില്ല. അപ്പോൾ ഒരു പ്രീ ആംപ്ലിഫയർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇതൊരു സെറ്റപ്പ് ബോക്സാണ്. സെറ്റപ്പ് ബോക്സിൽ നമ്മൾ ഈ ഒരു USB പാനൽ പിടിപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി അറിയാവുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാം, ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ അധികം വൃത്തികേടില്ലാതെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് സെറ്റപ്പ് ബോക്സ് ആണ്, കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ സൺ ഡയറക്റ്റിൻ്റെ ഒക്കെ എനിക്കൊന്ന് മെറ്റലാണെന്ന് തോന്നുന്നു, ഫ്രണ്ട് പാനലിൽ മാത്രം പ്ലാസ്റ്റിക് വരുന്നു, അത് മതി നമുക്ക്. അപ്പം കുറച്ച് പ്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അതേപോലെ തന്നെ ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് DC 5 വോൾട്ട് ഇൻപുട്ടാണ്. നമ്മുടെ USB പാനൽ വർക്ക് ചെയ്യാൻ വേണ്ടതും 5 വോൾട്ട് ഇൻപുട്ടാണ്. പിന്നെ അഡാപ്റ്ററും ഉണ്ട്. ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, സംഭവം വർക്കിംഗ് കണ്ടീഷനാണ്. ചാർജർ വർക്കിംഗ് ആണ്, സെറ്റപ്പ് ബോക്സും വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ടൈപ്പ് സെറ്റപ്പ് ബോക്സ് ഈ ഒരു ഡിഷിൻ്റെ വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്, വെറുതെ കിടന്ന സാധനമാണ്. ആരും വീട്ടിലിരിക്കുന്നത് എടുത്ത് വെച്ച് ചെയ്യരുത്. സ്ക്രാപ്പിൽ പോയതോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പോയതോ ഉള്ള ക്യാബിൻ എടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു പോർട്ട് പോട്ടെ, നമുക്കൊരു ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ചാനൽ സ്റ്റീരിയോ ഔട്ട്പുട്ട് നമുക്ക് എടുത്തിട്ടേക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആൻറ്റിന കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്വിച്ചും വരുന്നുണ്ട്, DC 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഏത് ആംപ്ലിഫയറിൽ ഏത് സിറ്റുവേഷനിൽ കൊണ്ട് കൊടുക്കാം, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഈ ഒരു പ്രീ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ആൽപൈൻ എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതായത് ഈ പ്രീ ആംപ്ലിഫയർ ആയിട്ടുള്ള സെറ്റ്, ഈ ഒരു സെറ്റപ്പ് ബോക്സ് പോലെ ഒരു ചെറിയ സെറ്റിനകത്ത് ഇതുപോലെ പാനൽ വെച്ചിട്ടുള്ള സെറ്റ് അവൈലബിൾ ആണ്. അതിനൊരു 500 രൂപ വരും. അത് വാങ്ങിക്കുന്നവർക്ക് ഡയറക്റ്റ്ലി വാങ്ങിക്കാം, ഈ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് 150 രൂപ വിലയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്യുക, ഇതിനകത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉള്ള വർക്കുള്ളൂ. നമുക്ക് 150 രൂപ ഇതിനകത്ത് ചിലവ് വരുന്നുള്ളൂ. മറ്റേതാണെങ്കിൽ 550 രൂപയാണ് ഞാൻ ഇന്ന് പ്രൈസ് ചോദിച്ചു. ഇത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ പ്രൈസ് ചോദിച്ചിരുന്നു. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പം ഇത് ആൽപൈൻ്റെ ആണ്. നമ്മുടെ ഇവിടെ 150 രൂപയ്ക്ക് ഇത് കിട്ടും. പല വിലയുടെ ഉണ്ട്, 200, 250, 350 പല ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പം ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. 150 രൂപയുടെ ആയതുകൊണ്ട് തന്നെ ഒരു ചാനലൊക്കെ ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് കുറവായി. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ലെഫ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു, റൈറ്റ് ഔട്ട്പുട്ട് ഇല്ലായിരുന്നു. പിന്നെ അതായത് മോണോ ആക്കി കൊടുക്കേണ്ടി വന്നു. ഇതാണ് പാനൽ. പണ്ട് തൊട്ടേ ഇത് ഇറങ്ങിയ സമയത്തൊട്ടേ ഉള്ള ഡിസൈൻ തന്നെയാണ്. 5 വോൾട്ട് ഗ്രൗണ്ട്, പിന്നെ നമുക്ക് ഓക്സിലറി ഔട്ട്പുട്ട്. ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം, കാരണം ഇതിനകത്ത് ഓൾറെഡി പോർട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇത് ബോർഡിനായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നമുക്കതൊക്കെ ഡീസോൾഡറി തിളക്കണം. ഈ പോർട്ടും അതുപോലെ ഡീസോൾഡറി തിളക്കി അവിടെ ഒട്ടിച്ച് വെക്കേണ്ട കുറച്ച് പണിയുണ്ട് ഇതിനകത്ത്. കാണുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ച് പണിയുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ട് കൊള്ളാം, കുഞ്ഞ് റിമോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അഴിക്കുന്ന മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കാണിക്കാം ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ബാക്കിലൊരു സ്വിച്ച് വരുന്നുണ്ട്. ബാക്കിൽ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. ഇത് സെറ്റപ്പ് ബോക്സ് വർക്കിംഗ് ആണ്. നമുക്ക് സെറ്റപ്പ് ബോക്സ് വർക്ക് ചെയ്യുന്നുള്ളത് പ്രശ്നമല്ല, നമുക്ക് ഇപ്പോൾ അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്കിവിടെ ഒരു പാനൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുകയാണെങ്കിൽ ഇതങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേ അതിനകത്തിരിക്കും, ഇച്ചിരി വൃത്തിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം അങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, എന്തായാലും പിന്നെ നമുക്കിവിടെ സൈഡിലൊരു ഓപ്പണിങ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതിൽ നമുക്ക് അതിൻ്റെ കാർഡാണ്, ആ കാർഡൊക്കെ ഊരി മാറ്റി വെക്കുക. ഇവിടെ നിന്ന് നമുക്ക് അഴിക്കണം, എന്നാലേ ബോർഡ് അഴിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ നിന്ന് അഴിക്കാം. താഴെ നമുക്ക് സ്ക്രൂ വരുന്നുണ്ട്. സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഒരു സ്ക്രൂ കൂടെ ഉണ്ട്, 2 സ്ക്രൂവേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അടപ്പ് ഊരി പോരും.
ഓക്കെ, സംഭവം ഊരി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആ സ്മാർട്ട് കാർഡിൻ്റെ സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അഴിച്ചു മാറണം. ഈ ഒരു പോർട്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പോർട്ടെല്ലാം ഈ ഒരു ബോർഡിനകത്തിട്ട് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സോൾഡർ ചെയ്ത് കളക്കണം. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും ഇതെല്ലാം ഒന്ന് അഴിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാനൽ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇരിക്കുന്ന കണ്ടീഷനായിട്ടുണ്ട്. ഡിസ്പ്ലേ ഇവിടെ വരും. ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പെൻ ഡ്രൈവ്, അതുപോലെ മെമ്മറി കാർഡ്, അതുപോലെ ഇതിൻ്റെ സ്വിച്ചസും വരുന്ന ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അകത്തുനിന്നായിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് ഈ ഒരു പാനൽ നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്നായിരിക്കും നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന രീതിയിലാണ്. ഇത് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ കാണാനും പറ്റും. നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് അതേപോലെ നമുക്കിതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പവർ സപ്ലൈ വരാത്ത രീതിയിൽ ഇവിടെയാണ് 5 വോൾട്ട് ഇൻപുട്ട് വരുന്നത്. അവിടെ നിന്ന് നേരെ സ്വിച്ചിലേക്കാണ് പോകുന്നത്. സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കാതിരുന്നെങ്കിൽ ഈ ബോർഡ് വർക്ക് ചെയ്യില്ല. ഔട്ട്പുട്ട് അവിടെ കൊടുക്കുന്നതിന് വരെ നമ്മൾ നമ്മുടെ USB പാനലിൽ കൊടുക്കും. ബോർഡ് വർക്ക് ചെയ്യില്ല. ബോർഡ് വർക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ പോർഷനൊന്നും നമുക്ക് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈൻ ഔട്ട്, ഓക്സ് ഔട്ട്പുട്ട് അല്ല, ലൈൻ ഔട്ട് നമുക്കിവിടെ കൊടുക്കാം. FM-ൻ്റെ വയർ നമുക്ക് ഇതിലോ ഏതിലേലും കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ബോർഡ് വർക്ക് ചെയ്ത് ഈ ഒരു ബോർഡ് ഇതിനകത്ത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ബോർഡ് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ സോക്കറ്റുകൾ ഇവിടെ അതേപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നും അഴിച്ച് ഫിറ്റ് ചെയ്തേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പവർ സപ്ലൈ ഇവിടെ കൊടുക്കും, പക്ഷേ ഈ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കില്ല. അപ്പോൾ ബോർഡ് വർക്ക് ചെയ്യില്ല, നേരെ നമ്മുടെ പാനലിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓക്സ് സോൾഡർ എടുത്തിട്ടുണ്ട് വിത്ത് ആൻറ്റിന. അല്ലെ 5 വോൾട്ട് ബോർഡിൽ കയറാത്ത രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബോർഡിലേക്ക് നമ്മൾ സപ്ലൈ വരുന്നില്ല. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം വർക്കിംഗ് ആണ്. പിന്നെ നമുക്കിത് തിരിച്ച് എല്ലാം ഫിറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാനൽ അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു USB പാനലിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഈ ഒരു പാനൽ അതിനകത്തേക്ക് പിടിപ്പിക്കാനായിട്ട്. ഒരു സൈഡിൽ നമുക്ക് നട്ട് ബോൾട്ട് ഇടാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം അതിടുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് പാനൽ അടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗ്ലൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു ഫ്രണ്ട് പാനലുകൊണ്ട് ആ ഒരു ബാക്കി ഭാഗങ്ങൾ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കണക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പഴയ കാസറ്റ് ആംപ്ലിഫയർ നമുക്ക് അതിൻ്റെ ആ ഒരു പഴമ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ കാസറ്റ് മെക്കാനിക്സ് ഇളക്കി കളഞ്ഞ് USB പാനലിൽ വെക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇതേപോലത്തെ സെപ്പറേറ്റ് പ്രീ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത്. അപ്പം അത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഇതുപോലത്തെ പഴയ സെറ്റപ്പ് ബോക്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് PA ആംപ്ലിഫയറിൽ കുറച്ച് താല്പര്യമുണ്ടെങ്കിൽ, അതായത് PA ആംപ്ലിഫയർ, അഹൂജയുടെ PA ആംപ്ലിഫയർ, അതുപോലെ മറ്റ് വലിയ പവർ ആംപ്ലിഫയറുകൾ, അതിന് കൊടുക്കുന്ന ബോക്സുകൾ, അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോസ്, അതിൻ്റെ സർവീസിങ് കാര്യങ്ങൾ, ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതുപോലെ ലൈറ്റിംഗ്, ഒരു ഫംഗ്ഷനിൽ വെക്കുന്ന ലൈറ്റിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചാനലിൻ്റെയാണ്. അതിൽ ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കുറച്ച് ഹൈ ലെവൽ കണ്ടൻസാണ് ആ ഒരു ചാനലിൽ വരിക. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.